ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി. ഇന്ന് എൻ്റെ വീഡിയോയ്ക്കകത്ത് എൻ്റെ മിന്റുക്കുട്ടിയും കൂടെ ഉണ്ട്. മിന്റുക്കുട്ടി എൻ്റെ ഫ്രണ്ടിൻ്റെ ക്യാറ്റാണ്. ഇന്ന് എൻ്റെ വീട്ടിൽ വിസിറ്റിങ്ങിന് വന്നതാണ് അവനോടൊപ്പം. ഇവരും വന്നു. ഞങ്ങളെ മറ്റുള്ളവരെ ഇയാൾക്ക് അത്ര താല്പര്യം വരുന്നില്ല. മിന്റു, നമ്മുടെ കോഴികളെ കണ്ടോ? കോഴികൾ ഇന്ന് മുട്ടയുണ്ടോ? ഞാൻ മുട്ടയെല്ലാം വന്ന് പെറുക്കിയായിരുന്നു. മിന്റുക്കുട്ടി അമ്മയുടെ കണ്ടോ? മിന്റിക്കുട്ടി അപ്പം എൻ്റെ വീഡിയോയിൽ കണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. കമന്റിൽ കൂടെ കുറെ ചോദ്യങ്ങൾ ചോദിച്ച അമ്മ. അപ്പം അതിനുള്ള മറുപടിയായിട്ടാണ് ഞാൻ എൻ്റെ മിന്റുവായിട്ട് വന്നിരിക്കുന്നത്. മിന്റി കോഴിയെ കണ്ടോണ്ട് മിന്റു കോഴിയൊന്നും കണ്ടിട്ടില്ല. മിന്റി അത് നോക്കിയിരിക്കുന്നു. അപ്പം ഒരു കുട്ടി ഇതുപോലെ എന്നോട് ചോദിച്ചു കോഴിക്ക് എന്ത് ആഹാരമാണ് കൊടുക്കുന്നതെന്ന്. അപ്പം ഞാൻ ഇവർക്ക് നമ്മൾ ലെയർ മാഷാ കൊടുക്കുന്നത്, മറ്റവർക്ക് നമ്മൾ ഗ്രോവറാ കൊടുക്കുന്നത്. എൻ്റെ വളർന്നുകൊണ്ടിരിക്കുന്ന കോഴിക്ക് ഗ്രോവർ, പിന്നെ പൊടിക്കോഴി ഇല്ല അവർക്കുണ്ടെങ്കിൽ സ്റ്റാർട്ട് കൊടുക്കുന്നു. ഇറങ്ങുന്നുണ്ടോ മിന്റി? ഞാൻ പിടിച്ചു. മിന്റി ബേബി. ഇവർക്ക് ഞാൻ പിന്നെ എന്ത് തീറ്റയാണ് കൊടുക്കുന്ന ഒരു കുട്ടി ചോദിച്ചായിരുന്നല്ലോ. അപ്പം ഞാൻ ഇവർക്ക് മുഖ്യമായും കൊടുക്കുന്നത് ലെയർ മാഷാണ്. കാരണം ഇവർ മുട്ടയിടുന്ന കോഴിയായത്. പിന്നെ അത് മാത്രം കൊടുത്താൽ നമുക്ക് മുതലാവത്തില്ല. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ നല്ലപോലെ പോച്ച അരിയിട്ട് കൊടുക്കും. കപ്പലണ്ടി പോച്ച, പിന്നെ അല്ലാതുള്ള പോച്ചകളും എല്ലാം നല്ലപോലെ കൊടുക്കും. അതും എന്നോടൊരു കുട്ടി അതും ചോദിച്ചായിരുന്നു, പോച്ച എങ്ങനെ അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നതെന്ന്. ഞാൻ ഈ പോച്ച എല്ലാം കൊണ്ടും നല്ലപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നത്. മുരിങ്ങയില കൊടുക്കാം, ഓമയില കൊടുക്കാം, വാഴയില കൊടുക്കാം, കപ്പലണ്ടി പോച്ചയും അല്ലാതുള്ള എല്ലാ പോച്ചകളും ഇവർക്ക് കൊടുക്കാം. പക്ഷേ ഇവരിങ്ങനെ നിൽക്കുന്ന കോഴിയായിട്ട് നമ്മൾ അരിഞ്ഞ് വേണം കൊടുക്കാൻ, അല്ലെ അവരുടെ തൊണ്ടയിലൊക്കെ അതിൻ്റെ കമ്പും കൊള്ളിയൊക്കെ കൊള്ളും. അതേസമയം നമ്മൾ അല്ലാതെ വലിയ കൂട്ടി ഇടുവാന്നുണ്ടെങ്കിൽ കെട്ടി തൂക്കിയിട്ട് കൊടുത്താൽ അവർ പറിച്ച് തിന്നോളും. അപ്പോൾ ഈ ആഹാരങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കുന്നത്. അന്നേരം നമുക്ക് ഇച്ചിരി ലാഭം കിട്ടും തീറ്റിക്ക്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇതുപോലെ വട്ടക്കുറിഞ്ഞിയുടെ ഒരു കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വട്ടക്കുറിഞ്ഞിയുടെ ഇലയൊന്ന് കാണിക്കണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ കാണിക്കാം. ഇതാ വട്ടക്കുറിഞ്ഞി. ഇതൊരു പടപ്പൻ ചെടിയാണേ. ഇതിപ്പോൾ കുഞ്ഞി ഇലയാണ്, കുറച്ചുകൂടെ വളരും ഇത്. ഇതാണ് വട്ടക്കുറിഞ്ഞി. ഇത് മിക്കവാറും അയ്യങ്ങളിലൊക്കെ കാണും. ഞാനിവിടെ നേരത്തെ കോഴിയുള്ള സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് പറിച്ചിട്ട് ഇപ്പോഴും പടന്ന് കിടപ്പുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യഘട്ടം വന്നാൽ ഉപയോഗിക്കാമല്ലോ എന്ന്. അതുപോലെ പിന്നെ എൻ്റെ സ്ഥലം എവിടെയാണെന്ന് ഇതുപോലെ ചോദിച്ചിരുന്നു. എൻ്റെ സ്ഥലം കൊല്ലം ഓച്ചിറയാണ്. ഓച്ചിറ തന്നെ ചങ്ങംകുളങ്ങരയിലാണ് ഞങ്ങളുടെ വീട്. പിന്നെ ഇതുപോലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്, പിന്നെ പൂവൻ്റെ കാര്യം ഇങ്ങനെ കൊട്ടിയത്തുണ്ടെന്നുള്ളത്. അപ്പോൾ അവിടുത്തെ ആ ഫാമിൻ്റെ നമ്പരൊന്ന് തന്നാൽ കൊള്ളാമായിരുന്നു, ഞങ്ങൾക്കൊന്ന് വിളിച്ച് ചോദിക്കാനായിരുന്നു. ഇതുവരെ പൂവൻ്റെ കാര്യമൊന്നും സെറ്റായിട്ടില്ല. ഞാൻ ഈ കോഴികളെ മേടിച്ച പുള്ളിയോടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് പെടക്കോഴികളുടെ ഇവരുടെ കച്ചവടമേ ഉള്ളൂ, ഈ പെടക്കോഴികളുടെ, അല്ലാതെ പൂവൻ്റെ ഇല്ല. അന്വേഷിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. പിന്നെ വേറെ ഒരാൾ ചോദിച്ചു നമ്മൾ ബക്കറ്റിൽ നിന്ന് വെള്ളം എങ്ങനെയാണ് നീക്കം ചെയ്യുന്നതെന്ന്. അപ്പം നമുക്ക് അതൊന്ന് കാണിക്കാം, വെള്ളം എങ്ങനെയാണ് നീക്കം ചെയ്യുന്നതെന്ന്. ഇപ്പോൾ വെള്ളം കൊടുത്തത് തീർന്നിട്ടുണ്ടേ. അപ്പോൾ നമ്മളെങ്ങനെയാണ് അത് നീക്കം ചെയ്യുന്നതെന്ന് കാണിക്കാം. നീക്കം ചെയ്ത് പുതിയ വെള്ളം നിറയ്ക്കുന്നതെന്ന് കാണിക്കാം. കാരണം ഇത് നമ്മളങ്ങ് ഊരണം. ഊരിയതിന് ശേഷം ബാക്കി വരുന്ന വെള്ളം കളയണം. എന്നിട്ടൊന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കാം നമ്മൾ. നല്ലപോലെ കഴുകണം, കഴുകി വൃത്തിയാക്കണേ. കാരണം പഴയ മരുന്ന് ഇരുന്നതാണല്ലോ. നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് ഇതുണ്ടോ ഓസോമി നമ്മൾ കൊടുക്കുന്നത് ഇനിയും 10 ദിവസത്തേക്ക്. ഇത് മുട്ട നല്ലപോലെ ഇടാനും തോലുമുട്ട ഇടാതിരിക്കാനും മുട്ടയ്ക്ക് വലിപ്പം വരാനും ഒക്കെ വേണ്ടി കൊടുക്കുന്നതാണിത്. നമ്മൾ നല്ലപോലെ ഒന്ന് കുലുക്കിയിട്ട് ഇതിന് 2 അടപ്പ്. രണ്ടടപ്പെടുത്തെ സിറിഞ്ചുള്ളവർക്ക് അതിലും എടുക്കാം. 20
കണ്ടല്ലോ അപ്പോൾ എല്ലാവരും നല്ല വ്യക്തമായിട്ട്. ഈ പൈപ്പ് ഇത് ഊരി മാറ്റിയതിന് ശേഷം ഇത് കൊണ്ടുപോയി കഴുകി അത് മുറുക്കി നമ്മൾ വെള്ളം നിറയ്ക്കും. അപ്പോൾ ദാണ്ട് വെള്ളം നിറഞ്ഞു, മരുന്ന് കലർത്തിയ വെള്ളമാണ്. ദാണ്ട് ഒരു ബക്കറ്റ് വെള്ളം. ഇതിപ്പം ഇന്നിപ്പം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഒരു ഉച്ച നേരത്തേക്ക് കാണും. അതുപോലെ അങ്ങ് മാറ്റിയാൽ മതി ഈസിയായിട്ട്. അടപ്പെടുത്ത് ക്ലോസ് ഒരുപാട് പ്രസ് ചെയ്ത് വെക്കണ്ട, നമ്മൾ ഇങ്ങനെ വെച്ചാൽ മതിയേ, എന്നാലേ അങ്ങോട്ട് വെള്ളം ചെല്ലും. ഇനി ഞാൻ അവരുടെ ഇത് നമ്മൾ വേണ്ടേ ഈ ഓരോ ഇതിൽ വെള്ളം വന്നോന്ന് നോക്കാം. അതാണ്ട് വന്നു. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം ചിലപ്പോൾ വരാൻ താമസിക്കും. അല്ല അധികം വന്നെങ്കിൽ ഇത് വരും. അപ്പുറത്തെ അറ്റത്ത് അല്ല അവിടെ വന്നു. അവിടെ ഞാനെ കൊത്തുന്നേ അവിടെ എവിടെ കണ്ടെടുത്ത് വന്നു നോക്കാം. കൊത്തി അങ്ങ് പറിക്കും. പൊടിയാ ഇവര് കിടക്കുമ്പോ കൂടങ്ങ് പെട്ടെന്ന് അങ്ങ് പൊടി അടിക്കുവേ. ഇനി ഞങ്ങൾ സംശയങ്ങളെല്ലാം അപ്പുറത്തെ കൂടിന്റെ അവിടെ ചെന്ന് പറയാം. അങ്ങ് പൊടി അടിക്കുന്നു. അവിടെ പോയിന്ന് പറയാണ് ഇവര് ബഹളം വെക്കുന്ന. ഒരുപാട് കമന്റ് എനിക്കുണ്ട്, ഇത് ലാഭമാണോ. നമ്മളൊരു 50 കോഴിയെ വളർത്തി കഴിഞ്ഞാൽ ഒരു 25-30 കോഴിയുടെ മുട്ട നമുക്ക് ലാഭമാണ്. എന്ന് വെച്ചാൽ ഈ ലെയർ മാഷ് മാത്രം മേടിച്ചു കൊടുത്ത് നമുക്ക് ലാഭം പറ്റില്ല. ഞാൻ ഒരു നേരം ഗോതമ്പ് കൊടുക്കും, രാവിലെ ലെയർ മാഷാണ് കൊടുക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ശരിക്കും പുല്ല് അങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കും. ഇന്നിപ്പോൾ പോയി പറിച്ചില്ല. ഇന്നലെ തലേന്ന് പറിച്ചു വെക്കുന്നു. മഴയാണ്ട് പറിച്ചില്ല. ഇനിയിപ്പോൾ പോയി പറിച്ച് കുറേ അങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കണം. ഇവരെ കുഞ്ഞ് വയറില്ലയോ, അപ്പം പുല്ലൊക്കെ തിന്നുമ്പോൾ തന്നെ വയറ് നിറയും. അങ്ങനെ നമുക്ക് ഇത്തിരി കാശ് ലാഭിക്കാനൊക്കെ. അതുപോലെ ഇപ്പം ഞാൻ മുട്ട 10 രൂപയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. എല്ലാവരുടെയും ഒരുപാട് കമൻറ്റ് എനിക്കുണ്ടായിരുന്നു 10 രൂപയ്ക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ മുതൽ മുട്ട പുറത്ത് 10 രൂപയ്ക്ക് കൊടുക്കാനും കടയിൽ 9 രൂപയ്ക്ക് കൊടുക്കാനും തുടങ്ങി. അപ്പം നമുക്ക് കൊച്ചു കോഴികളുടെ മുന്നെടുത്ത് നിന്ന് ബാക്കി വിശേഷം പറയാം. ഒരു കുട്ടി എന്നോട് കമൻറ്റ് ഇതുപോലെ ചോദിച്ച് അവർക്ക് പഞ്ചായത്തിൽ നിന്ന് 30 കോഴിയെ കിട്ടി. അപ്പം കോഴിയെ കിട്ടുന്നതിന് മുന്നേ തന്നെ അവർക്ക് കിട്ടിയ തീറ്റി ലെയർ മാഷാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ ലെയർ മാഷ് എന്ന് പറയുന്നത് മുട്ട ഇടുന്ന കോഴിക്കാണ് കൊടുക്കേണ്ടത്, അല്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന കോഴിക്കല്ല കൊടുക്കേണ്ടത്. അവർക്ക് ഗ്രോവർ തന്നെ കൊടുക്കണം. അതിനകത്ത് ഈ മീനിൻ്റെ അംശവും ഒരുപാട് ഗുണങ്ങളും ഒക്കെ ഉണ്ട്. എന്നുവെച്ചാൽ അവർ ഒരു പ്രോട്ടീൻ പോലെ അവർ വളർന്ന് വലുതാവാനുള്ളതാണ് പെട്ടെന്ന്. എന്നിട്ട് മുട്ട ഇടാൻ പരുവാകുമ്പോഴേ നമ്മൾ ലെയർ മാഷ് നമ്മൾ കൊടുക്കാവൂ. അപ്പം പിന്നെ ഗോതമ്പ് കൊടുത്താൽ പഞ്ചായത്ത് കോഴികൾക്ക് കുഴപ്പമുണ്ടെന്ന് പറയുന്നത് ചുമ്മാതാണ്. ഞാൻ നേരത്തെ പഞ്ചായത്ത് കോഴികളെയും കുറേ വളർത്തിയിട്ടുള്ളതാണ്. അന്ന് ചോറും ഗോതമ്പും അരിയൊക്കെ കൊടുക്കുന്നത്, ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു അരി കൊടുക്കണ്ട എന്തായാലും കേട്ടോ, ചോറും കൊടുക്കണ്ട. പക്ഷേ പിന്നെ എൻ്റെ മുട്ടയിടുന്ന കോഴിക്ക് ഞാൻ 1 രാടം വൈകുന്നേരത്ത് ഗോതമ്പ് കൊടുക്കും. കാരണം ഈ ലെയർ മാഷിനകത്തില്ലെന്ന് പറഞ്ഞാൽ ഗോതമ്പും ചോളവും ഒരുപാട് ധാന്യങ്ങൾ പൊടിച്ചുള്ളതാണ്. പിന്നെ അതിൻ്റെ മരുന്നാംശങ്ങളും ഒക്കെ ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഗോതമ്പ് ഒരു നേരം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതുപോലെ ഗ്രോവർ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടം പോലെ പുല്ലരിഞ്ഞിട്ട് കൊടുക്കും. പുല്ല് അവർക്ക് ഏറ്റവും നല്ലതാണ്. പിന്നെ അതുപോലെ എൻ്റെ താഴെയുള്ള വീഡിയോകളൊക്കെ കയറി കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഓരോ തവണകളും കൊടുക്കേണ്ട മരുന്നുകളുടെ പേരും അതെങ്ങനെയാണ് കൊടുക്കുന്ന വിധമെന്നുള്ളതും എല്ലാം നല്ല വ്യക്തമായിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പിന്നെ BB3 കോഴി ആയാലും പഞ്ചായത്ത് കോഴി ആയാലും നാടൻ കോഴി ആയാലും എല്ലാത്തിനും ഞാൻ ഈ കൊടുക്കുന്ന മരുന്നുകൾ അടുപ്പിച്ചങ്ങ് കൊടുത്തു. ഓരോ ബോട്ടിൽ മേടിച്ച് വെച്ചാൽ ഒരു 6 മാസമെങ്കിലും ഉപയോഗിക്കാൻ കാണും. 2 മാസം കൂടുമ്പോൾ വിരയെ വിളക്കണം. ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് എൻ്റെ താഴെയുള്ള വീടുകളിലെല്ലാം നല്ലപോലെ ഇട്ടിട്ടുണ്ട്. മോൾ അതെല്ലാം ഒന്ന് കയറി കാണുമ്പോൾ വ്യക്തമായിട്ടും അതിനുള്ള മറുപടി കിട്ടും. പിന്നെ പുല്ല് അത്യാവശ്യമായിട്ടും ഡിസ്ക്രിപ്ഷനും കൂടെ ഒന്ന് നോക്കണം. കാരണം ഇതിനകത്ത് ഇപ്പം നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും. കോഴിയെ മേടിക്കുന്ന അവിടുത്തെ ആയാലും ആളുടെ നമ്പർ ആയാലും ശരി, സ്ഥലമായാലും ശരി, മരുന്നുകളുടെ കാര്യങ്ങളായാലും ഫുഡിൻ്റെ കാര്യമെല്ലാം എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. വീഡിയോസോളം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൽ ഓരോ വീഡിയോകളും താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കൊടുക്കാൻ മരുന്നുകളും എല്ലാം ഞാൻ നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടും നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് വീണ്ടും കമൻറ്റ് ചോദിക്കാം, ഞാൻ വീണ്ടും പറഞ്ഞുതരാം. അതിനെനിക്ക് യാതൊരു മടിയുമില്ല. ഇപ്പോൾ ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മേടിച്ചപ്പോൾ 3 മാസം 9 ദിവസമായിരുന്നു. ഇപ്പോൾ ഇവർ ഏകദേശം 4 മാസം ആവാറായി. ഈ BB3 കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലാഭമാണ്, നല്ലപോലെ മുട്ടയിടുന്ന കോഴിയാണ്. ഇപ്പോൾ ഇവരെനിക്ക് 1 മാസം കൂടെ കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഓണത്തിന് മുമ്പേ ഇവർ മുട്ടയിടാൻ തുടങ്ങും. നമ്മൾ പിന്നെ കുറച്ചൊക്കെ നഷ്ടമല്ലയോ എന്ന് ചോദിച്ചു.
നമ്മളൊരു ആദ്യം നമ്മളൊരു ബിസിനസ് നടത്തുന്ന സമയത്ത് അതിന് ആദ്യം ഒരു എന്തായാലും ഒരു നഷ്ടം കാണും നമുക്ക്. ഇവരൊന്ന് മുട്ട ഇടുന്നിടം വരെ നമ്മൾ അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും കൊടുക്കുമ്പോൾ ചെറിയൊരു ഇതുണ്ട്. പിന്നെ അതിനുശേഷം ഒരു മുട്ട ഇട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ നഷ്ടം വരാതിരിക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കുറച്ച് കോഴി അധികം നമ്മൾ മേടിക്കണം. ഒരു 50-100 കോഴിയൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ലാഭം കിട്ടും. നമ്മൾ പിന്നെ നമ്മളിപ്പോൾ അവർക്കുള്ള തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അവർക്ക് ഈ ലെയർ മാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും പോച്ച കൊടുക്കുക, ഒരു രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഗോതമ്പ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് മതി നമുക്ക്. മുട്ട ഇടുന്ന കോഴിക്ക് മാത്രമേ കൊടുക്കാവൂ. പിന്നെ പോച്ച നമുക്ക് അത്രയും നഷ്ടമുള്ള സാധനമല്ല. നമുക്ക് ഇഷ്ടം പോലെ പൈസ കൊടുക്കാതെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. നമുക്ക് എന്തും ചില പോച്ചകൾ വെച്ചിട്ട് ചിലത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കൊടുക്കാനും സാധിക്കും. ഇവര് വന്നിട്ട് 1 മാസമായി. അവർക്കൊരു തുമ്മലാട്ടെ, ഒരു പനിയായിട്ട്, ദൈവം സഹായിച്ച ഒരു രോഗമായിട്ട് ഒന്നുമില്ല. കാരണം നമ്മൾ അതുപോലെയാണ് മരുന്ന് വെള്ളമാണ് ഇവർക്ക് വിറ്റാമിൻ്റെ മരുന്ന് ഇപ്പോൾ കൊടുക്കേണ്ടത്. കാരണം വളർന്നുകൊണ്ടിരിക്കുന്നില്ല. പിന്നെ ലിവറിനും ഒന്നും അസുഖം വരാനുള്ള മരുന്ന്. അപ്പം പഞ്ചായത്ത് കോഴികൾ ഇപ്പം മോള് മേടിച്ചെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് കോഴികൾ മുട്ടയിടാറായിട്ടില്ലല്ലോ. അപ്പം മോൾ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈറ്റമിൻ്റെ മരുന്നും ലിവറിൻ്റെ മരുന്നും അത് പ്രത്യേകം നമ്മൾ പുറകിലുള്ള വീടുകളിലെല്ലാം ചെയ്തിട്ടുണ്ട്. മുട്ടയിടുന്ന ഓസോമിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. അത് മുട്ടയിടാനും തോലുമുട്ട ഇടാതിരിക്കാനും മുട്ട വരാനും ഒക്കെ അതിപ്പോൾ കൊടുക്കണ്ട. അല്ലാതെ വൈറ്റമിൻ്റെ മരുന്നും ലിവറിൻ്റെ മരുന്നും വിര ഇളക്കുന്നതും അതൊക്കെ പ്രത്യേകം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം പഴയ വീഡിയോ കയറി കണ്ടു കഴിഞ്ഞാൽ എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവും. അവർക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ മരുന്നുകളും കൊടുത്ത് ഇപ്പോൾ ഗ്രോവർ മേടിച്ച് കൊടുക്ക്, എന്നിട്ട് പുല്ല് അരിഞ്ഞ് കൊടുക്ക്, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഗോതമ്പ് കൊടുക്കും. ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ കോഴികൾക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു കുഴപ്പമില്ല. നമ്മുടെ ഒരു കോഴിക്കലും ഇതുവരെ ഹെൽത്ത് ഇഷ്യൂസും വന്നിട്ടില്ല. നമ്മളിങ്ങനെ മരുന്ന് കൊടുക്കും. പണ്ടത്തെ കോഴികൾക്കൊക്കെ പിന്നെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വരുന്നെന്നോ അല്ലെങ്കിൽ തമ്മിൽ കൊത്തിക്കൊല്ലുന്നെങ്കിലും പറയും. ഇതിപ്പോഴത്തെ കോഴി എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കണ്ടികളും അടുത്ത് അങ്ങനെ നമ്മൾ ഈ ഒരു കൂടും സെറ്റപ്പ് ഇതിപ്പോ നിങ്ങൾക്ക് കണ്ടോ സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവർക്ക്. ഇത് കൂടാതെ നമുക്ക് കോഴിയെ വേണമെങ്കിൽ BB380 കോഴി മറ്റേ നല്ല കോഴിയാണ്, ശരിക്കും മുട്ടയിടും. പിന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിച്ചാൽ മതി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ മിൻറ്റീനെ ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രത്യേകം അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. മിൻറ്റി ഞങ്ങളുടെ വീട്ടിലെ ബാക്കി പൂച്ചകളെയും ഞങ്ങളുടെ കോഴികളെയും ഞങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ ചേട്ടൻ്റെ കൂടെ ഇവിടെ വന്നതാണ്. മിൻറ്റി സേ ഹായ്. മിൻറ്റി മിൻറ്റി ബേബി കോഴിയൊക്കെ കണ്ടിട്ടില്ല. അപ്പൊ മിൻറ്റി കോഴിയൊക്കെ കണ്ട് കമന്റിന് ഞാൻ മറുപടി തരാൻ മറന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒന്നുകൂടെ എന്നെ ഒന്ന് കമന്റ് ഇട്ട് അറിയിച്ചാൽ മതി. അതെ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. മിൻറ്റി സേ ബൈ ബൈ.